പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ സത്യത്തിൽ നിന്നുള്ളവരെ എൻ്റെ സ്വരം കേൾക്കുമെന്ന് ഈശോ പിലാത്തോസിനോട് പറഞ്ഞായിരുന്നു. നമ്മൾ വചനം സത്യമായിട്ട് പാലിച്ച് കഴിയുമ്പോൾ ദൈവം സത്യമായത് കൊണ്ട് തന്നെ നിങ്ങളോട് സത്യസന്ധമായിട്ട് നിങ്ങളുടെ വിഷയത്തിന് തീരുമാനം ഉണ്ടാക്കും. പക്ഷേ അതെപ്പോഴും നമ്മൾ നോക്കുന്നത് ഉത്സാഹത്തിൻ്റെ ബേസിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നിരുത്സാഹരാകരുത്. ഒരു മനുഷ്യൻ നിരുത്സാഹനായിരുന്നല്ലോ. ആരാണ്? പത്രോസ്. ഇടയ്ക്ക് ആദ്യം കാണിച്ച ഉത്സാഹം പിന്നെ കണ്ടില്ല അല്ലേ? കർത്താവ് കടലിൻ്റെ മീതെ വന്നപ്പോൾ ഭയങ്കര വിശ്വാസമായി. എന്താ പറഞ്ഞത്? കർത്താവ് അങ്ങാണതെങ്കിൽ കടലിൻ്റെ മീതെ വരാൻ എന്നെയും അനുവദിക്കണമേ. അപ്പോൾ കർത്താവ് പറഞ്ഞു വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് ഭയങ്കര ആരംഭശൂരത്വത്തോടുകൂടി ആ സ്പീഡിൽ ചാടി കടലിൽ വീണ് നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ പറ്റിയത്? പത്രോസിൻ്റെ ഉത്സാഹം പോയി. എങ്ങനെയാണ് ഉത്സാഹം പോയത്? കാറ്റിൻ്റെ ഉഗ്രത കണ്ടേ. അങ്ങനെയാണ് ഉടമ്പടി ഉത്സാഹം പോണത്. കടക്കാർ വന്ന് അമ്മ തന്തയ്ക്ക് വിളിക്കുമ്പോഴാണ് കാറ്റിൻ്റെ ഉഗ്രത നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഉടമ്പടി മറന്നു പോകും. അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഇരിക്കുന്നവരുടെ ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. അപ്പോൾ ഇടയ്ക്ക് ഈ നമ്മുടെ ഉടമ്പടി യാത്രയിൽ കാറ്റിൻ്റെ ഉഗ്രത കാണാനുള്ള സാധ്യതയുണ്ട്. അത് ഓർത്തേക്കണം. ഉടമ്പടി യാത്രയിൽ മനുഷ്യൻ്റെ ആധ്യാത്മിക യാത്രയിൽ മത്തായി 14:30 സംഭവിക്കാൻ സാധ്യതയുണ്ട്. കർത്താവ് പറഞ്ഞ് വരുമെന്നും പറഞ്ഞ് കാത്തിരിക്കുക. പക്ഷെ നമ്മൾ പെട്ടെന്ന് കർത്താവിൽ നിന്ന് കണ്ടെടുക്കാൻ പറ്റുന്ന കാര്യം എന്താ? കാറ്റിൻ്റെ ഉഗ്രത കാണും ഇല്ലേ? ഇപ്പോൾ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒരു ടെസ്റ്റ് കൂടി നടത്തണമെന്ന് പറയുമ്പോൾ കാറ്റിൻ്റെ ഉഗ്രത നമ്മൾ കാണും. അതുവരെ കുഴപ്പമില്ലായിരിക്കുന്നു. അപ്പോൾ പക്ഷേ ഡോക്ടറുടെ അടുത്ത് ടെസ്റ്റിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് പ്രഷർ ഒരു പോയിൻ്റ് കൂടിയിട്ടുണ്ട്, എന്നാ കുഴപ്പമൊന്നും അറിയത്തില്ല, ഒരു ടെസ്റ്റ് കൂടി നടത്തേണ്ടി വരുമെന്ന് പറയുമ്പോൾ നമ്മൾ കാറ്റിൻ്റെ ഉഗ്രത കണ്ട്. അപ്പോൾ പിന്നെ രാത്രി വീട്ടിൽ വരുമ്പോൾ ഉടമ്പടി പ്രാർത്ഥന 7:00 ഉണ്ടായത് 8:30 കാറ്റിൻ്റെ ഉഗ്രത കണ്ടു. സംഭവം ഉത്സാഹം കുറഞ്ഞു. ഉത്സാഹം ഒരു പ്രശ്നമാണ്. ഡോക്ടർ പറഞ്ഞാലും ബാങ്കുകാരെ പറഞ്ഞാലും ഇപ്പം ജപ്തി നോട്ടീസ് അടിക്കുന്നു പറഞ്ഞാലും ദൈവവേദനയിലെ നിരുത്സാഹരാകാതെ, അതാണ് വചനം പറയണത്. അപ്പോൾ എന്തെല്ലാം അതാണ് ഹെബ്രായർ 6:12 പറയണത്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതുകൊണ്ട് നിങ്ങളിൽ ഓരോരുത്തരും ഹെബ്രായർ 6:11 നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ പ്രത്യാശയുടെ പൂർത്തീകരണത്തിനായി ഇതേ അവസാനം വരെ ഇതേ ഉത്സാഹം തന്നെ കാണിക്കണം. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും ഈ പ്രത്യാശ എപ്പോഴും എന്താണ് പറയണത്? പൂർത്തീകരണം. ദൈവത്തിൻ്റെ വലിയ ഒരു ആഗ്രഹമാണ് എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കണമെന്നുള്ളത്. നിങ്ങളുടെ ഓരോ കാര്യവും ചില സമയത്ത് നമ്മളിപ്പോൾ 6 കാര്യമാണ് ഉടമ്പടി വെക്കുന്നത്. ചില സമയത്ത് ഉടമ്പടി വെക്കാത്ത കാര്യമായിരിക്കും ആദ്യം നടക്കുന്നത്. എന്താ കാര്യം? അതായിരിക്കും പ്രാധാന്യം. നിങ്ങൾ ഡിസൈൻമെൻറ്റ് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ്. ഇവിടെ ഇരുന്ന് ധൃതിക്ക് എഴുതിയപ്പോഴേ കർത്താവ് ഇരുന്ന് ചിരിക്കുന്നുണ്ടാവും നിങ്ങൾ എഴുതുമ്പോൾ. എന്താ കാര്യം? എഴുതേണ്ട കാര്യം എഴുതണില്ല, എഴുതാണ്ടാത്ത കാര്യങ്ങളൊക്കെ കയറി എഴുതുന്നുണ്ടാവും. അപ്പോൾ അത് അങ്ങനെ കർത്താവ് ഒരു ക്രമീകരണം ഉണ്ടാക്കും ഇതിന്. അപ്പോൾ എപ്പോഴും സംഭവം ശരിയാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് ഈ ഉത്സാഹം. ഹെബ്രായർ 6:11-12 പറയുന്നത് എന്താണ്? ഉത്സാഹം അവസാനം വരെ നിലനിർത്തണം. ഉത്സാഹം എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവിന് ഭയങ്കര ഉത്സാഹമായിരുന്നു. ഉത്സാഹം എവിടെ നിന്ന് കിട്ടിയതാണ്? ഈശോയിൽ നിന്ന് കിട്ടിയതാണ്. ഈശോ എന്നാ പറയണത്? പകലായിരിക്കുമ്പോഴോ ഞാൻ എൻ്റെ പിതാവിൻ്റെ ജോലി ചെയ്യണം. എന്താ കാരണം? ആർക്കും വേറെ ചെയ്യാനും പാടില്ലാത്ത അടുത്ത് വരികയാണ്. കുരിശിൻ്റെ വഴിയുള്ള കാരണം ആ വചനം പഠിച്ചിട്ടുണ്ട്. യോഹന്നാൻ 9:4 പകലായിരിക്കുമ്പോഴോ ഞാൻ
എന്നെ അയച്ചവൻ്റെ ജോലി ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം അടുത്ത് വരികയാണ്. അപ്പോൾ സമയ ചുരുക്കമുള്ളത് കൊണ്ടാണ് ഉത്സാഹം വേണ്ടത്. അതാണ് നമുക്ക് ഈ ഉത്സാഹം തന്നെ എങ്ങനെയാണ്? സമയ ചുരുക്കമാണ്. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട് നമുക്ക്. അതിനുശേഷം രാത്രി വരും. രാത്രിക്ക് മുമ്പ് ചെയ്യാനുള്ള പണി ചെയ്ത് തീർക്കണം, അല്ലേ? അപ്പം അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടി നമ്മളെ ശരിക്കും സഹായിക്കും. അതായത് ഈ സമയ ചുരുക്കം. അതുകൊണ്ട് ഈശോ ഹറിബറിയായിട്ട് ചെയ്യാനുള്ള ജോലികളെല്ലാം, അപ്പനേപ്പറ്റി ജോലികളെല്ലാം വിതിൻ നോ ടൈം സമയബന്ധിതമായി പൂർത്തിയാക്കിയിട്ട് ആ അവസാനത്തെ ജോലി ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഈശോ പറയും, അവസാനത്തെ ജോലി എന്തായിരുന്നു ഈശോ ചെയ്തത്? കുർബാന സ്ഥാപിക്കുകയാണ്. എന്നിട്ട് സ്ഥാപിച്ചതിന് ശേഷം കൈമാറാൻ വേണ്ടി സഭ ഏൽപ്പിച്ചതിന് ശേഷം ഈശോ മുട്ടുകുത്തിയിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ്? അപ്പാ, അങ്ങനെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി. 17:4. പകലായിരിക്കുവോളൂ. നമുക്കെല്ലാവരും പകലുണ്ട്. ആ പകലിൽ രാത്രി വരും മുമ്പ് ദൈവം ഏൽപ്പിച്ച ജോലികൾ നമ്മൾ ചെയ്തു തീർക്കണം. അതിനാണ് സ്പീഡ് എന്ന് പറയുന്നത്. അതിനാണ് ഉത്സാഹം വേണ്ടത്. അതിനാണ് ദീർഘക്ഷമ വേണ്ടത്. ഹല്ലേലൂയ. എത്ര ചെറുതാകാൻ എത്ര വളരണം, എത്ര സ്നേഹിക്കാൻ എന്തു വേണം. എത്ര ചെറുതാകാൻ എത്ര വളരണം, എത്ര സ്നേഹിക്കാൻ എന്തു വേണം. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഉത്സാഹം വേണ്ട ഒരു കാര്യം. രണ്ടാമത് നമുക്ക് ഉത്സാഹം, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഉത്സാഹം വേണ്ട എന്തുകൊണ്ടാണെന്നറിയാവോ? നമ്മൾ വേഗത കുറഞ്ഞാൽ പിശാചിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേഗതയുണ്ട്. ഓൾറെഡി വേഗതയുണ്ട്. രാത്രിയുടെ പ്രവർത്തനം ആരുടേതാ? തിന്മയുടെ പ്രവർത്തനങ്ങളാണ്. നന്മ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തിന്മയുടെ പ്രവർത്തനങ്ങൾക്ക് സ്വാഭാവികമായ വേഗതയുള്ളതാണ്. ബൈ നേച്ചർ വേഗതയുള്ളതാണ്. രാത്രി വരുന്ന മുമ്പ് കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്. എന്താണ്? അപ്പക്കഷം മുക്കി യുദാസിനെ കൊടുത്തിട്ട് പറയും, നീ ചെയ്യാനുള്ളത്. അവൻ ചെയ്യണത് എന്തായിരിക്കും എന്നറിയാമല്ലോ? അത് വേഗം ചെയ്യാൻ. അതിനും വേഗതയുണ്ട്. യുദാസിനെ കർത്താവിന് ഒറ്റിക്കൊടുക്കുക എന്നുള്ള തിന്മയുടെ പ്രവർത്തനങ്ങൾക്കും വേഗതയുണ്ട്. അത് കർത്താവിന് അറിയാം വേഗതയുണ്ടെന്ന്. നമ്മൾ നന്മയുടെ പ്രവർത്തനങ്ങൾക്ക് വേഗത ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് തിന്മ നന്മയെ കീഴടക്കും. അപ്പോൾ സുവിശേഷത്തിൻ്റെ പ്രതിരോധത്തിന് വേണ്ടിയാണ് സൽപ്രവർത്തികൾ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് അപ്പക്കഷ്ണം മേടിച്ച ഉടനെ അവൻ പുറത്തേക്ക് പോയി. അപ്പോഴേ രാത്രിയായിരുന്നെന്നാണ് യോഹന്നാൻ പറയണത്, അല്ലേ? രാത്രി വന്നപ്പോഴേ ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം വന്നു. അതാണ് 13:30. യോഹന്നാൻ്റെ സുവിശേഷം 13:30. ഈ രാത്രിയെക്കുറിച്ചാണ് കർത്താവ് 9:4 പറഞ്ഞത്. പകലായിരിക്കുവോളം എന്നെ അയച്ചവൻ്റെ ജോലി ഞാൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത യുദാസുകളെപ്പോലെയുള്ളവർ മാത്രം പ്രവർത്തിക്കുന്ന തിന്മയുടെ പ്രവർത്തനങ്ങളുള്ള രാത്രി വരുന്നു. ഈ രാത്രിയെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജാഗ്രതയോടെ ഉത്സാഹത്തോടെ ഇരിക്കേണ്ടത്. അങ്ങനെ ഉത്സാഹമുള്ള പ്രവർത്തികൾക്കാണ് ശരിക്കും ഉടനടി കർത്താവ് പരിഹാരം ചെയ്യണത്. ഉടമ്പടിയിൽ സമാധാനം ഉണ്ടാകണത്. ശ്രുതികട ഹല്ലേലൂയ. ഞങ്ങൾ വരുന്നു തിരുസവിധേ, നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുണ അനുഗ്രഹിക്കൂ. നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുണ അനുഗ്രഹിക്കൂ. ഏറ്റു പ്രാർത്ഥികർത്താവായ ദൈവമേ, ഉടമ്പടി പ്രകാരം നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി നീ ഏൽപ്പിച്ച ജോലി
പൂർത്തിയാക്കാൻ രാത്രി വരും മുമ്പേ പൂർത്തിയാക്കാൻ രാത്രിയുടെ ഇരുട്ടിന്റെ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാൻ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5:16 രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ നിങ്ങളുടെ പ്രവൃത്തികള് പ്രകാശത്തിലെ വെളിച്ചത്തിന്റെ പ്രവൃത്തികള് പ്രകാശമായി മനുഷ്യരുടെ മുമ്പിലെ വീശിക്കൊണ്ട് രാത്രി പ്രവർത്തനങ്ങളെ തിന്മയെ സമൂഹത്തിൽ നിന്ന് ചേർത്ത് തോൽപ്പിക്കുവാൻ സുവിശേഷത്തിന്റെ വെളിച്ചമായി പ്രവൃത്തിയുടെ ഗോപുരങ്ങളായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, ആത്മാവിന്റെ വൃത്തി എന്നിൽ നിറഞ്ഞിടുമ്പോൾ. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, ആത്മാവിന്റെ ശക്തി എന്നിൽ ഉള്ളിലാകുമ്പോൾ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരിക്കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരിക്കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കൈവെപ്പ് പ്രാർത്ഥനയുടെ സമയമാണ്. ഇന്ന് അനേകം മക്കളെ ഉടമ്പടി പ്രകാരം ശരീരഭാഗത്ത് വെച്ച് സൗഖ്യപ്പെട്ടത് മാത്രമല്ല, നമ്മൾ വിദൂരത്തിലിരിക്കുന്ന വ്യക്തികളുടെ ഓർത്തുകൊണ്ട്, രോഗികളെ ഓർത്തുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ കൈവശപ്പോഴും സൗഖ്യപ്പെട്ടത് കർത്താവിങ്ങനെ അടയാളങ്ങളോടെ സ്ഥിരീകരിക്കുന്നുണ്ട് കേട്ടോ. 2019 ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ ദൈവാനുഗ്രഹം എന്നാണ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നത്, ശരീരഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കുന്നത്. 2019 നൽകിയതിന് ദൈവത്തോട് നന്ദി പറയണം. ഇപ്പോഴേ കർത്താവ് അതെല്ലാം സ്ഥിരീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു അമ്മ സാക്ഷ്യം പറഞ്ഞു കേട്ടില്ലേ, സോറിയാസിസ് വന്നിട്ട് അവൻ്റെ തലമുടിയും പുരികമെല്ലാം അവൻ പട്ടിച്ച് കളഞ്ഞെന്നില്ലേ. അത് കണ്ടപ്പോൾ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാതെ വന്ന് ഇവിടെപ്പെടുത്തതിൽ അവർ അവരുടെ ശരീരഭാഗത്ത് പുരട്ടിയിട്ട് മകൻ്റെതായിട്ട് കണക്കാക്കാൻ കർത്താവിനോട് വിശ്വാസപൂർവ്വം ആവശ്യപ്പെട്ടിട്ട് അവൻ്റെ മുടികളെല്ലാം പഴയതുപോലെ കിളിർത്ത് വന്ന് കണ്ടില്ലേ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഉദരരോഗമുള്ളവരെ ഉദരഭാഗത്ത് കൈവെക്കുക. ഉദരരോഗമുള്ളവരെ ഉദരഭാഗത്ത് കൈവെക്കുക. ശ്വാസകോശ രോഗമുള്ളവരെ കരൾ, ഹൃദയം, ശ്വാസകോശങ്ങൾ രോഗമുള്ളവരെ വിശ്വാസത്തോടെ നെഞ്ചിൻ്റെ ഭാഗത്ത് കൈവെക്കുക. തൈറോയ്ഡ് രോഗികൾ, ടോൺസിറ്റ് രോഗികൾ കഴുത്തിൻ്റെ ഭാഗത്ത്, സ്പോണ്ടിലോസിസ് അസുഖമുള്ളവർ കഴുത്തിൽ കൈവെക്കുക. ENT ആയിട്ടുള്ള രോഗങ്ങളുള്ളവർ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, ചെവിക്ക് കേൾവിക്കുറവുള്ളവർ, അത്തരം കുറേ സാക്ഷ്യങ്ങൾ നമ്മളിന്ന് കേട്ടായിരുന്നോ. തലയ്ക്ക് മുറ്റലുള്ളവർ, വിമ്മലുള്ളവർ, ബ്ലഡ് തലച്ചോറിൽ ക്ലോട്ട് ചെയ്തിരുന്നവരെ പ്രതി, വീട്ടിൽ കിടക്കുന്നവരെ പ്രതി, ആശുപത്രിയിൽ കിടക്കുന്നവരെ പ്രതിയൊക്കെ അവരുടെ പേരിൽ നിങ്ങൾ നിങ്ങളുടെ തലയിൽ കൈവെക്കുക. പേരിൽ ചെയ്യണത് പുതിയ കാര്യമല്ല, ആദിമസഭയുടെ വിശ്വാസ പാരമ്പര്യമാണ്. ആദിമസഭ മരിച്ചവർക്ക് വേണ്ടി പോലും ജ്ഞാനസ്ഥാനം സ്വീകരിച്ചിരുന്ന, ആരെങ്കിലും കർത്താവിനെ അറിയാതെ മരിച്ചു പോയാൽ അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ആദിമസഭയിലുള്ളവർ ജ്ഞാനസ്ഥാനം സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പേരിൽ പ്രാർത്ഥിക്കണത്. സഭയുടെ പാരമ്പര്യത്തിൽ ഇല്ലാത്ത ഒന്നും ഉണ്ടാവത്തില്ല നമ്മുടെ പ്രാർത്ഥനയിൽ. പേരിൽ പ്രാർത്ഥിക്കുകയാണ്. ആരൊക്കെങ്കിലും നിങ്ങളുടെ ശത്രുക്കൾക്കാണെങ്കിൽ പോലും രോഗങ്ങളുണ്ടെങ്കിൽ അവർ സുഖപ്പെടണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കണമെങ്കിൽ 1 കൊറിന്ത്യർ 16:14 സ്നേഹമുണ്ടാകണം. ആ സ്നേഹം വന്നു ചേർന്നാൽ പിന്നെ ബാക്കിയെല്ലാം എളുപ്പമാണ്. ഉത്സാഹം എളുപ്പമാണ്, വിശ്വാസം എളുപ്പമാണ്, ദൈവസ്നേഹം എളുപ്പമാണ്, എല്ലാം എളുപ്പമാണ്. എല്ലാം സ്പീഡ് കൂട്ടുന്നതെല്ലാം ദൈവിക പുണ്യങ്ങളാണ്. ദൈവിക പുണ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങളാണ് ഉടമ്പടി നമുക്ക് നൽകിയിരിക്കുന്ന സമ്മർദ്ദങ്ങൾ. ടെക്നിക്കലായിട്ട് അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്.
അതുകൊണ്ട് ശത്രുക്കൾക്കാണെങ്കിലും ദൈവസ്നേഹത്തോടെ നിങ്ങൾ അവർക്ക് എവിടെയാണ് രോഗം ആ സ്ഥലത്ത് നിങ്ങളുടെ ശരീരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കണ്ണീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നടുവേദന ഉള്ളവരും കിഡ്നി രോഗികളും നടുവിൽ കൈവെക്കുക. നടുവേദന ഉള്ളവരും കിഡ്നി രോഗികളും നടുവിൽ കൈവെക്കുക. പിസ്തുല രോഗികൾ, PCOD രോഗികൾ, രോഗികൾ, ഗർഭാശയത്തിൽ സിസ്റ്റ് ഉള്ളവർ, മൂത്രാശയത്തിൽ കല്ലുള്ളവർ, കോൺസ്റ്റിപ്പേഷൻസ് ഉള്ളവർ, മലബന്ധമുള്ളവർ അടിവയറ്റി കൈവെക്കുക. കരൾ വലുതാകുന്നവർ, എൻലാർജ്മെൻ്റ് ഉണ്ടാകുന്ന ഫാറ്റ് ലിവർക്കാർ, ബിൽഡ്രൂമിൻ കൂടുതലുള്ളവർ ഇടനെഞ്ചിൽ കൈവെക്കുക. ശ്വാസകോശ രോഗികൾ, ശ്വാസകോശത്തിന് പ്രഷർ കൂടിയവരും കുറഞ്ഞവരും, ഹൃദയത്തിന് പ്രഷർ കൂടിയവർ കുറഞ്ഞവരെല്ലാം ഇടത് നെഞ്ചിൽ കൈവെക്കുക. കൈവച്ചുകൊണ്ട് ശക്തമായി പ്രാർത്ഥിക്കട്ടെ. കർത്താവായ ദൈവമേ, നിന്റെ നാമത്തിൽ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്ന, നിന്റെ നാമത്തിൽ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്പർശിക്കണമേ. എൻ്റെ കൈകളെ ഈ വിശ്വാസ നിമിഷം, ഈ വിശ്വാസ പ്രഖ്യാപന നിമിഷം എൻ്റെ കൈകളെ നിന്റെ കൈകളായി ഈ രൂപാന്തരപ്പെടുത്തണമേ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവോ അവരും അമ്മയുടെ മധ്യസ്ഥതയിലെ യേശു നാമത്തിലെ, അമ്മയുടെ മധ്യസ്ഥതയിലെ യേശു നാമത്തിലെ, അമ്മയുടെ മധ്യസ്ഥതയിലെ യേശു നാമത്തിൽ പരിപൂർണമായി സൗഖ്യമാകട്ടെ. സ്തുതിക്കട്ടെ. തിരുക്കരത്താൽ താങ്ങിയേ, തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയേ, തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. ശരീരം കൈകൊണ്ട് കെട്ടി കർത്താവിനെ ഏൽപ്പിക്കുക. ഉള്ളകാലം മുതൽ ഉച്ചവരെ നമ്മൾ പറയാത്ത രോഗങ്ങൾ, അറിയാത്ത രോഗങ്ങൾ, പേരറിയാത്ത രോഗങ്ങൾ എല്ലാം സൗഖ്യപ്പെടുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മ മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. കണ്ണീരോടെ പ്രാർത്ഥിക്കുക. ഉദരരോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ക്യാൻസർ രോഗങ്ങളെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ക്യാൻസർ രോഗങ്ങൾ, ശരീരത്തിലുള്ള മുഴകൾ, ആന്തരിക മുഴകൾ, നീർക്കെട്ടുകൾ, ഉള്ളംകാൽ മുതൽ ഉച്ചവരെ, അസ്ഥി രോഗങ്ങൾ, പേശി രോഗങ്ങൾ, അസ്ഥി ഉരുക്കങ്ങൾ, അസ്ഥി ശോഷണങ്ങൾ, കർത്താവെ ദഹനത്തിൻ്റെ അസ്വസ്ഥതകൾ, ഇല്ലായ്മ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അറിയാത്ത രോഗങ്ങൾ, അജ്ഞാത രോഗങ്ങൾ, അപൂർവ രോഗങ്ങൾ, ഈശോ വാതരോഗങ്ങൾ, ഇമ്മ്യൂണിറ്റിയുടെ പ്രശ്നമുള്ള രോഗങ്ങൾ, ശരീരത്തിൻ്റെ കോശങ്ങൾ, ശരീരത്തെ തന്നെ കഴിക്കുന്ന രോഗങ്ങൾ, വാതരോഗങ്ങൾ, എപ്പിലെപ്സി രോഗങ്ങൾ, എക്സല്ലി രോഗങ്ങൾ, കർത്താവെ സർഗോസിസ് രോഗങ്ങൾ, മക്കൾ ഇല്ലാത്തവരെ, മനോരോഗികൾ, അപസ്മാര രോഗികൾ, കർത്താവേ സ്പർശിക്കണമേ. കർത്താവേ വിശുദ്ധ രക്തത്താൽ തളിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ലോകം മുഴുവനും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെ ഇപ്പോഴും പ്രാർത്ഥിക്കട്ടെ. ശരീരത്തെ സ്പർശിച്ച് പ്രാർത്ഥിക്കട്ടെ. എപ്പിലെപ്സി രോഗങ്ങൾ, വാതരോഗങ്ങൾ, അലർജി രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, വിസർപ്പ രോഗങ്ങൾ, സോറിയാസിസ് രോഗങ്ങൾ, വേരിക്കോസിന്റെ രോഗങ്ങൾ, കിടപ്പ് രോഗികളെ യേശുനാമത്തിലെ സൗഖ്യമാകട്ടെ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടുന്നു. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടാകട്ടെ. പ്രഭാഷകം 36:8 പറയാം. 8, 9, 10 പറയാം.
അവിടുന്ന് അവിടുത്തെ ശക്തിയാൽ മരക്കഷ്ണം വെള്ളത്തിലിട്ട് കൈപ്പാർന്ന വെള്ളത്തെ മധുരിപ്പിച്ചുവെന്ന്. അപ്പോൾ കയ്പ് വെള്ളത്തെ മധുരിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്. അതിന് ദൈവം ചില സമയത്തും തടിക്കഷ്ണം ഉപയോഗിക്കും, ചിലപ്പോൾ ഉപ്പ് ഉപയോഗിക്കും, ചിലപ്പോൾ ഒരുവെണ്ണ ഉപയോഗിക്കും, ചിലപ്പോൾ കാശുരൂപ ഉപയോഗിക്കും. ഇതെല്ലാം 36:10 അനുസരിച്ചാണ്. അതാണ് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത്, എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ മരക്കഷ്ണം വരെ തരാം. എന്താ കാര്യം? വിശ്വാസമുള്ളവനെ സംബന്ധിച്ചിടത്തോളം ബൈബിളിൻ്റെ പാരമ്പര്യത്തിലും ദൈവജനത്തിൻ്റെ ഉള്ളിൽ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച പാരമ്പര്യമാണ് നമ്മുടെ ആധ്യാത്മിക പാരമ്പര്യം. അതുകൊണ്ടാണ് കാശിരൂപയൊക്കെ വെച്ചെന്ന് പറഞ്ഞില്ല. ചേച്ചിക്ക് സാക്ഷ്യം പറഞ്ഞാൽ എന്താ? കാശിനെ വെച്ച നിമിഷങ്ങളിൽ ബ്ലീഡിങ് മാറിയെന്ന്. അങ്ങനെയാണത് തന്നിരിക്കുന്നത്. ആഴമാർന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് കൃപാസനം 30 കൊല്ലത്തോളമുള്ള 10,000-കണക്കിന് മനുഷ്യരുടെ ഉപവാസമുള്ള ധ്യാനകേന്ദ്രമാണ്. ഉടമ്പടി നമുക്ക് അവസാനമാണ് ദൈവം തന്നത്. അതിനുള്ള എന്തെല്ലാം കാര്യങ്ങൾ ദൈവം 30 കൊല്ലമായിട്ട് തന്നിരിക്കുന്നു. നിങ്ങൾ ആരും ധരിക്കരുത് ഇതൊരു പുതിയ ധ്യാനകേന്ദ്രം. പുതിയല്ല, 87 തുടങ്ങിയതാ. അതാത് കാലങ്ങളിൽ സമ്പ്രദായം അപ്ഗ്രേഡ് ചെയ്ത് വരികയാണ് ഇപ്പോൾ ഇന്നത്തെ എത്തിയിരിക്കണത്. അതാത് കാലങ്ങൾ ദൈവം അതിൻ്റെ നിപ്പും നിലയും ഞങ്ങളുടെ കാർക്കശ്യം നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു കോംപ്രമൈസും ഇല്ലാത്ത കാർക്കശ്യം. അപ്പം ദൈവത്തിൻ്റെ തിരുസേന എത്രയും വിശ്വസ്തയോടെ നിൽക്കണ കൊണ്ടാണ് കർത്താവ് രഹസ്യങ്ങളെല്ലാം പറഞ്ഞു തരണതും ജനത്തിൻ്റെ കണ്ണുതിരപ്പാനുള്ള വഴികളെല്ലാം തെളിച്ചു തരണത്. അപ്പം അത് മക്കൾക്ക് കൈമാറി തരുമ്പോൾ നിങ്ങൾ അതേ വിശ്വസ്തത അതിനോട് കാണിക്കണം. നേർച്ച വസ്തുക്കളോടും അതെല്ലാം ആശീർവദിക്കുന്ന സമയമാണ് നേർച്ച വസ്തുക്കൾ എടുക്കുക. എല്ലാവരും മാധ്യമങ്ങളാണ്, ദൈവത്തിൻ്റെ ശക്തിയുടെ മാധ്യമങ്ങൾ. അത് വിശ്വാസമുള്ളവൻ പ്രയോഗിക്കുമ്പോൾ ആ പവർ ആക്ടിവേറ്റ് ചെയ്തിട്ട് വിശ്വാസത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് പ്രവർത്തികൾ വെച്ചിരിക്കുന്നത്. പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല, ഉടമ്പടിയിൽ 20% പ്രയറുള്ളത്. ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന, ബാക്കി 80% പ്രവർത്തികളാണ്. എന്തിനാണ്? വിശ്വാസത്തെ ശക്തിപ്പെടുത്താൻ. എന്തിനാണ്? വേഗത്തിലാക്കാൻ വേണ്ടി. അതിന് ഉത്സാഹം വേണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അത് സ്ക്രൂട്ടണി ചെയ്യാൻ വേണ്ടിയാണ് എല്ലാ സ്റ്റെപ്പിലും കൗൺസിലേഴ്സ് ഇരിക്കുന്നത്. ഇതോടുകൂടി നമ്മളുടെ ആധ്യാത്മിക നിലവാരം തന്നെ മാറും. ഞാൻ സത്യമായിട്ട് പറയുകയാണ്, ഇപ്പോഴാൾക്കാരൊക്കെ സംസാരിക്കുമ്പോൾ അവർ വചനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ആധ്യാത്മിക ജ്ഞാനാനുഭവങ്ങളാണ് ആൾക്കാർ പലരും പറയണത്. അത്രയും ആൾക്കാർ ഉയർന്നെന്നറിയാം, ഉയർന്നടുത്താം അത്രയും ആൾക്കാർ ഉയർന്നു. ആ തമിഴ് സാക്ഷ്യം പറഞ്ഞ മോളും 34-ാം സങ്കീർത്തനമാണ് പറഞ്ഞിട്ട് പോയത് അല്ലേ? ഓരോരുത്തരും പറയുന്നവരൊക്കെ ഓട്ടോമാറ്റിക്കായിട്ടാണ് അവരത് പറയണത്. ഇപ്പോഴും നമ്മൾ അച്ഛനോട് ചേർന്നിട്ട് നമ്മൾ IELTS കാര്യം അത് ഇവിടെ എന്താ പറയുക വെച്ചാൽ ഒത്തിരിയേറെ ചെറുപ്പക്കാരെ ആശ്രയിക്കുന്ന ഒരു ധ്യാനകേന്ദ്രമാണ് അല്ലേ? ഇവിടെ തന്നെ നോക്കിയാൽ മനസ്സിലാവും. സാക്ഷ്യം പറയുന്നവരിലും 30% ചെറുപ്പക്കാരാണ്. എന്താണ്? അവിടെ ജീവിതത്തിന് അമ്മ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന സ്ഥലമാണ്. അവിടെ എല്ലാ ജീവിതവും, അവിടെ പ്രൊഫഷണൽ വിഷയം, അവിടെ സർട്ടിഫിക്കറ്റ്, അവിടെ യാത്ര, ജോലി, അതുപോലെ തന്നെ അവരുടെ പഠനങ്ങൾ എല്ലാം. ഒരു മോൾ സാക്ഷ്യം പറഞ്ഞ് കേട്ടില്ലേ? ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എന്നോട് അച്ചായൻ പറഞ്ഞു, നീ പുസ്തകമൊന്നും കൊണ്ടുപോകണില്ല എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, പുസ്തകം കൊണ്ടുപോകണില്ല, ഞാൻ കാശിരൂപം എടുത്തിട്ടുണ്ട്. അത്രയുമായ ആൾക്കാർ അത് ഞാൻ ചെല്ലുമ്പോൾ അവിടെ എല്ലായിടും ഇരുന്നുകൊണ്ട് ആൾക്കാർ പുസ്തകം വായിക്കുകയാണ്, നല്ല പഠിപ്പുകാരെ. ഞാൻ കാശിരൂപം പിടിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി. എന്താണ്? അത് കർത്താവിൻ്റെ കൂടെയുള്ള അമ്മയുടെ അഷുറൻസാണ്. ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരം എൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാഗ്ദാനം എന്താണ്? ഞാൻ നിൻ്റെ കൂടെ വരും. അതിനുള്ള അറിവടയാളമായിട്ടാണ്, ജ്ഞാപകമായിട്ടാണ് പഴയ നിയമ ഉടമ്പടി പ്രകാരം ഈ പുതിയ നിയമത്തിൽ മരിയൻ ഉടമ്പടി ആയത് കാരണം മരിയൻ കാശിരൂപം തന്നിരിക്കുന്നത്. അതാണ്, അത് മിസ് ചെയ്യരുത്. ഇനി മിസ് ചെയ്ത് ആഗസ്റ്റ് മാസത്തിലേ കിട്ടത്തുള്ളൂ. അച്ഛൻ കൊടുക്കുകയെ ഒരു കൊല്ലമൊക്കെ ആൾക്കാർക്ക് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. ആഗസ്റ്റ് മാസത്തിൽ കൊടുക്കും, മിസ്സാക്കരുത്. കാര്യം ഇനി ഡാമേജുകാർക്കേ കൊടുക്കത്തുള്ളൂ, കൈമോശം വന്നവർക്ക് കൊടുക്കത്തില്ല. കൈമോശം വന്നവരെന്നൊക്കെ പറയണത് അവർ വേറെ ആൾക്കാർക്ക് കൊടുത്തിട്ടാണേ. അങ്ങനെ കൊടുക്കരുത്. ഉടമ്പടി കാശിരും കൈമാറ്റം ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് എത്ര കാശിരും വേണമെങ്കിൽ അച്ഛൻ വെറുതെ തരാം, പക്ഷേ ഉടമ്പടി കാശിരും കൈമാറ്റം ചെയ്യരുത്. അതിനി കിട്ടത്തില്ല. അത് വളരെ ശ്രദ്ധിക്കണം. നമ്മളല്ലേ ഉടമ്പടി ചെയ്തിരിക്കണത്, നമ്മുടെ മകനല്ലല്ലോ. അതാണ് വിഷയം. ഇനി കൊടുത്താൽ തന്നെ പിള്ളേർക്ക് ഒരിക്കലും കൊടുക്കരുത്. ഹസ്ബൻഡിന് ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമുക്കൊരു ഉറപ്പിന് വേണ്ടി കൊടുത്തു വിട്ടാൽ വരുമ്പോൾ തന്നെ ആദ്യം നിങ്ങൾ മേടിക്കേണ്ടത്
അസുരം തിരിച്ചു മേടിക്കണം. അത് പ്രശ്നം ശ്രദ്ധിക്കണേ. ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് അത് പറയണത്. നിങ്ങളോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ് ഞാനത് തിരിച്ച് തരണത്, ഡാമേജ് ആയവർക്ക് തരണത്. ആഗസ്റ്റ് മാസത്തിൽ തരും. ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന കുറേ വിഷയങ്ങളുണ്ട്. ഭാഗവടമ്പടി നടക്കാത്തവരുണ്ട്, ഇല്ലേ? വലിയ പ്രശ്നമാണ്. വീടില്ലാത്തവരുണ്ട്, സ്ഥലമില്ലാത്തവരുണ്ട്, ജോലി ശമ്പളം നഷ്ടപ്പെട്ടവരുണ്ട്, ശമ്പളം കിട്ടാത്തവരുണ്ട്, കിട്ടിയിട്ട് 3 മാസമായവരുണ്ട്, ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടവരുണ്ട്, പിരിച്ചുവിടാൻ പോണവരുണ്ട്. കുറേ ആൾക്കാർ പിരിച്ചുവിട്ടെന്ന് കേട്ടു, ഇനി അടുത്തത് നമ്മുടെ ഊഴമാണെന്ന് പറയുമ്പോൾ കരയുന്നവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, വാടക താമസിക്കുന്ന ആൾക്കാർ ഇറങ്ങിക്കിട്ടാത്തവരുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം അച്ഛൻ ഇപ്പോഴ് ഓർത്തോർത്ത് പ്രാർത്ഥിച്ച് വരുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വിഷയം അല്ലെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കണം എന്നറിയാവോ? എന്തിനാണ്? ഇപ്പോൾ രോഗം കണ്ട് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നിങ്ങൾ മാത്രം നിങ്ങളുടെ വയറെ കൈവെക്കും, അല്ലേ? മറ്റുള്ള വയറെ കൂടെ കൈവെക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ ഭാഗവടമ്പടി നടക്കാത്ത കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല, മറ്റുള്ളവർക്ക് ഉണ്ടാകും. അപ്പോൾ അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാനാണ് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കണത്. നമുക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. വിവാഹ ഉടമ്പടി തെറ്റിച്ച് ജീവിക്കുന്നവരുണ്ട്, കേസായി പോയവരുണ്ട്, എപ്പോഴും കോടതിയും കേസും പോലീസോടെ നടക്കുന്ന ആൾക്കാരുണ്ട്, ചിലപ്പോൾ ജയിലിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കുറേ സങ്കടക്കാരുണ്ട്. എല്ലാം ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. എല്ലാം ഈ ആൾക്കാരെ നമ്മ സമാധാനം ഉണ്ടാക്കും. നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യാനാണ് ഞാൻ എപ്പോഴും പ്രസംഗിക്കണത്, പറയണത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോയി ആ യൂട്യൂബ് ഒന്ന് നോക്കിക്കണം. ഓരോ ദിവസമൊക്കെ എന്താണ് പറഞ്ഞിരിക്കണമെന്ന് കേൾക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ വിശ്വാസത്തോടെയാണ് അത് ചെയ്യണത്, വിശ്വാസപ്രമാണം ശരിയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ദൈവം ഇടപെടും. അത്രയും ഇപ്പോൾ ഷാരോൺ ടി വിയിലായാലും ഗുഡ്നസ്സിലായാലും നമ്മുടെ ശുശ്രൂഷ എവിടെയെല്ലാം ഉണ്ട്, യൂട്യൂബിൽ പ്രെയർ ആരാധന കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തായാലും ഒത്തിരി പേര് ദൈവാനുഭവത്തിൻ്റെ സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് യൂട്യൂബ് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾ വെറുതെ ഒരു കഥ കാണാൻ അങ്ങനെ ചെയ്യരുത്. കൃപാസനം ചാനൽ ഓൺ ചെയ്താൽ അപ്പം തന്നെ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് വേണം ചെയ്യാൻ. ആ കേൾക്കണ സമയത്ത് മതി കർത്താവ് നിന്ന്. കാര്യം ഞങ്ങൾ അങ്ങനെയാണ് അത് സമർപ്പിച്ചിരിക്കണം. കർത്താവ് അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം കണ്ണീർ ഏതെല്ലാം സമയത്ത് ഇട്ടാലും. ഇപ്പോൾ ആശുപത്രി പോവുകയാണ്, ആരെയും വിളിച്ച് കിട്ടണില്ല. ഇപ്പോൾ കൃപാസനത്തിൻ്റെ ഫോണെല്ലാം ഒരു ഓക്കെയാണ്. കാര്യം ഇപ്പം ആരും കംപ്ലയിൻറ്റ് പറയണില്ല ഞങ്ങളോട്. കാര്യം 4 പേര് 5 പേരെ ഇരുത്തിയിട്ടുണ്ട്. കാര്യം അവർക്കെല്ലാം ഉള്ളത് ഈ ആരാധനയാണ് അതിൻ്റെ ബേസ്മെൻറ്റ്. രാത്രിയും ചേട്ടൻ കൃത്യമായിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. 30 minutes 24 hours ഫോണുണ്ട്. ഇനി അപ്പോഴും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾ നിങ്ങളുടെ മൊബൈൽ ഓൺ ചെയ്യണം. എന്നിട്ട് ഈ കൃപാസനത്തിൻ്റെ ഏതെങ്കിലും ഒരു ധ്യാനം കേട്ടേക്കണം. എന്നിട്ട് ആ വിഷയം സമർപ്പിക്കണം. എന്ത് ചെയ്താലും വിശ്വാസ പ്രമാണം ചൊല്ലി വേണം ചെയ്യാൻ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടന് കേടു നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, മഹോദ രോഗം സുഖപ്പെടുത്തിയവനെ, തളർവാദ രോഗം സുഖപ്പെടുത്തിയവനെ, കർത്താവേ, അങ്ങനെ തിരുമുറിവാർന്ന വലത്ത് കരത്താൽ ഈ ആരാധന സമൂഹത്തെ സ്പർശിക്കണമേ. ജോലിയില്ലാത്തവരെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന, മാർക്കറ്റ് കിട്ടാത്തവരെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനകള്, IELTS പരീക്ഷകള്, OIT, കർത്താവേ, MOS, എല്ലാ മത്സര പരീക്ഷകള്, എല്ലാ യോഗ്യത പരീക്ഷകളെ എഴുതാൻ പോകുന്നവരെ, ഡേറ്റ് ഇട്ടിരിക്കുന്നവരെ, കർത്താവേ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ എല്ലാവരെയും സ്പർശിക്കണമേ. ഞങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, അങ്ങയുടെ കാരുണ്യത്താൽ മക്കളോട് കാരുണ്യം കാണിക്കണമേ. പഠിക്കാത്ത മക്കള്, പഠിച്ചിട്ട് മനസ്സിലാകാത്തരുത്, തെറ്റായ വഴികളിലെ വഴിപിടിച്ച് നടക്കുന്നവരെ, ലഹരിക്ക് അടിപ്പെട്ടവരെ, തകർന്ന കുടുംബങ്ങള്, വിവാഹമോചനം അന്വേഷിക്കുന്നവരെ, ഭാഗവടമ്പടി നടക്കാത്തവരെ, രേഖകള്, സർട്ടിഫിക്കറ്റുകള് എല്ലാം കൈ കിട്ടാത്തവരെ, സാമ്പത്തിക കടങ്ങളാല് വേദനിക്കുന്നവരെ, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവരെ, വീടില്ലാത്തവരെ, സ്ഥലമില്ലാത്തവരെ, വഴിയില്ലാത്തവരെ, കേസ് അകപ്പെട്ടവരെ, ദൈവമേ, ഏതെല്ലാം വിധത്തില് അങ്ങയുടെ മക്കളെ എന്തിനെല്ലാം വേണ്ടിയോ ഉടമ്പടി ചെയ്തിട്ടുണ്ട്, ആ മേഖലകളെല്ലാം ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയില് നിറയട്ടെ. എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ, എല്ലാ അസ്വസ്ഥതകളും വിട്ടു മാറട്ടെ, സമാധാനത്തിന്റെ ശക്തികള് അഭിഷേകമായി ലഭിക്കട്ടെ. വിടുതലിൻ ആത്മാവേ
നിറയണമേ. അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണുകളടച്ച് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുക. എന്നെ ശ്രമിക്കുന്ന എല്ലാവരും, ലോകം മുഴുവനും ഇരുന്ന് ശുശ്രൂഷ കൂടുന്ന അതാത് രാജ്യങ്ങളും ജില്ലകളിലും സംസ്ഥാനങ്ങളുമൊക്കെ ഇപ്പോഴേ ശുശ്രൂഷ കൂടിക്കൊണ്ടിരിക്കുന്ന എല്ലാവരുമാണ്. നിൻ്റെ സങ്കടത്തിൻ്റെ സമയത്തെ കർത്താവ് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുക. നിൻ്റെ ഉത്കണ്ഠയുടെ എന്തിനു വിഷയത്തെക്കുറിച്ചാണ് നീ ഉത്കണ്ഠപ്പെടുന്നത്, ഭയപ്പെടുന്നത്, ആ ഡേറ്റ് ആൻഡ് ടൈം ഇപ്പോൾ തന്നെ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ മക്കള് ഇപ്പോഴ് പരിശുദ്ധ അമ്മ വഴി ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സമർപ്പിച്ച സമയത്തിന്റെ മേൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കുക. നേർച്ച വസ്തുക്കളെ ആശീർവദിക്കുന്ന സമയമാണ്. നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കുക. വിശ്വാസ പ്രമാണം ചെയ്യുക. Lord Jesus Christ, pour out His Spirit. A fire from curse, and the authority of the Catholic Church, the power of Jesus Christ, with the merit of the Holy Priesthood, I bless and hallow the spirits, those used in may have grace and peace and power and healing. ഇന്ന് രണ്ടാം ചൊവ്വാഴ്ചയാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരെയാണ് ഉടമ്പടി പുതുക്കിയവരെയാണ് അച്ഛൻ പ്രാർത്ഥിക്കുന്നത്. എല്ലാ രണ്ടാം ചൊവ്വാഴ്ച അങ്ങനെയാണ്. കാര്യം കർണാടക തൊട്ട് ഇന്ന് പുനെയിൽ നിന്നൊക്കെ വന്നിറങ്ങിയ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഡൽഹിയിൽ നിന്ന് വന്നിട്ടുള്ളവരുണ്ട്, മദ്രാസിൽ നിന്ന് വന്നിട്ടുള്ളവരുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ വന്നിട്ടുള്ളവരെ ഉടമ്പടി പുതുക്കിയവരെയാണ് അച്ഛൻ ഇന്ന് കാണുന്നത്. അത് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ കാണും. ഹോസ്പിറ്റൽ മിഷൻ്റെ പ്രെയർ കഴിയുമ്പോഴാണ് അവരെ കാണുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ ദിവസവും 31 ദിവസവും മാസത്തിൽ നമുക്കിപ്പോൾ ഉടമ്പടി പുതുക്കാൻ കഴിയും. പണ്ടങ്ങനെ സാധിക്കത്തില്ലായിരുന്നു. എല്ലാ ജില്ലക്കാർക്കും ഉടമ്പടി എടുക്കാൻ കഴിയും. പണ്ടങ്ങനെ സാധിക്കത്തില്ലായിരുന്നു. 2020 മുതലാണ് അങ്ങനെ തുടങ്ങിയിരിക്കുന്നത്. പണ്ട് കോട്ടയം, ആലപ്പുഴ, എറണാകുളം അടുത്തുള്ളവരെ ഒഴിവാക്കുമായിരുന്നു. കാസർഗോഡ് പോലെയുള്ള അകലെയുള്ളവരെ മാത്രമേ എടുക്കത്തുള്ളായിരുന്നു ഉടമ്പടി പുതുക്കാൻ. ഇപ്പം അങ്ങനെയില്ല. ഇപ്പോൾ എല്ലാ ദിവസവും പ്രാർത്ഥന കഴിയുമ്പോൾ, ദിവ്യകാരുണ്യ ആരാധന കഴിയുമ്പോൾ ഒരു 3 മണിക്ക് തന്നെ ക്ലാസ് തുടങ്ങാം. 3-3:30 ആകുമ്പോൾ ക്ലാസ് അറിയിപ്പുണ്ടാകും. ക്ലാസ് തുടങ്ങിയിട്ട് ഇന്ന് തന്നെ ഉടമ്പടി എടുക്കാൻ പറ്റും. അപ്പൺ ഓഡിറ്റോറിയത്തിലാണ് ക്ലാസ് എടുക്കുന്നത്. ആർക്ക് വേണമെങ്കിലും, ഇപ്പോൾ മറ്റു സംസ്ഥാനങ്ങളല്ല, കേരളത്തിൽ നിന്നുള്ളവരാണെങ്കിലും ഇന്ന് ഉടമ്പടി പുതുക്കാനും പറ്റും, ഉടമ്പടി പുതുതായിട്ട് എടുക്കാനും പറ്റും. എല്ലാ ദിവസവും പറ്റും. ഒരു മാസത്തിൻ്റെ എല്ലാ ദിവസവും പുതുതായിട്ട് ഉടമ്പടി എടുക്കാനും പുതുക്കാനും പറ്റും. 1-2 പുതുക്കുന്നവർക്ക് പത്രത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കാർഡ് കാണിച്ചാൽ മതി. 3 പുതുക്കുന്നവർ കൃപാസനത്തിൻ്റെ പ്രത്യേക ഫോമിൽ നിങ്ങളുടെ അനുഭവ സാക്ഷ്യം എഴുതി കൊടുക്കണം. അങ്ങനെ എഴുതി കൊടുത്താൽ അവർക്കത് ബോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സത്യമാണ്. പുതുക്കാൻ വേണ്ടി എന്തെങ്കിലും എഴുതി കൊടുത്താൽ ഒന്നും അംഗീകരിക്കത്തില്ല. നിങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങളായിരിക്കണം. അല്ലാതെ അമ്മായപ്പൻ്റെ കുടി മാറി എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുക്കരുത്. അമ്മായപ്പനെ വിളിച്ചുകൊണ്ട് വരാൻ പറയും, പിന്നെ അതുപോലെ പുലിവാലാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങൾ എഴുതി കൊടുക്കുക. അവർക്കത് ബോധ്യപ്പെട്ട പുതുക്കിത്തരും. കിട്ടിയ അനുഭവങ്ങൾ അവർ അധികം കാര്യം 3 പുതുക്കുന്ന അത്രയും പ്രശ്നങ്ങളില്ല. അനുഭവങ്ങളൊരു നോർമലായിട്ടൊരു അനുഭവം കിട്ടിയാൽ മതി. 4 പുതുക്കണമെങ്കിൽ അനുഭവം
ഇവിടെ പറയണം. എല്ലാ തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള എല്ലാ ദിവസവും, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ധ്യാന ആരാധന ഇല്ലാത്ത ദിവസമാണ്. അന്ന് രാവിലെ മുതൽ തന്നെ ഉടമ്പടി എടുക്കാൻ തുടങ്ങും. 7:30 മണിക്ക് കുർബാനയാണ്. കുർബാന ഓടി തുടങ്ങും. ആ സമയത്ത് കുർബാന കഴിയുമ്പോൾ ഹോളിൽ ഉടമ്പടി ക്ലാസ് ഉണ്ട്. അപ്പോഴാണ് 4 പുതുക്കാനുള്ളവർ ഓഫീസിൽ കൊണ്ട് പേപ്പർ കൊടുത്ത് സീൽ ചെയ്ത് വാങ്ങിച്ചിട്ട് ബ്രദറിനടുത്ത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സാക്ഷ്യം പറയാനുള്ള അവസരമുണ്ടാകും. ഇപ്പോൾ ചില സാക്ഷ്യങ്ങളൊക്കെ റിജക്റ്റ് ചെയ്തിട്ടില്ലേ, അതൊക്കെ ഇവിടെ പറയാൻ പറ്റും. 4ാമത് പറയാൻ പറ്റും. അത് 2ാമത് എഴുതി കൊടുത്താൽ മതി. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു കൂപ്പൺ തരും. 4 പുതുക്കിയത് സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ 4 പുതുക്കി തരും. കാര്യം 3 പുതുക്കണ തൊട്ടാണ് മെസ്സേജ് കൗൺസിലിംഗ് ആരംഭിക്കുന്നത്. എപ്പോഴും ഓർക്കണം. ഇപ്പോൾ അച്ഛൻ മെസ്സേജ് പറയണമെന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ നിങ്ങൾ മെസ്സേജ് ചോദിച്ചാൽ തീർച്ചയായിട്ടും കർത്താവ് തന്നാൽ ഞാൻ പറയും. പക്ഷേ നിങ്ങളുടെ പേപ്പറെല്ലാം ഓക്കെ ആയിരിക്കണം. ഉടമ്പടി എന്ന് പറയുന്നത് വിശ്വസ്തയുടെ പ്രാർത്ഥനയാണ്. നിങ്ങളുടെ വിഷയമല്ല പ്രാധാന്യം, നിങ്ങളുടെ വിശ്വസ്തതയാണ് കൃപാസനം നോക്കുന്നത്. വിശ്വസ്തതയുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒറ്റ സെക്കൻഡ് കൊണ്ട് മെസ്സേജ് പറയും. ഇപ്പോൾ ചേച്ചിയോട് പറഞ്ഞില്ലേ, ചേച്ചി 9:11 എന്ന് പറഞ്ഞാൽ എന്താ മെസ്സേജാണത്. 9:11 ആ ടൈം കർത്താവ് കാണിക്കുന്നതാണ്. അപ്പോൾ തന്നെ പറയും. ഒരു ചേച്ചിയോട് പറഞ്ഞില്ലേ, ചേച്ചി 6 മാസം കൊണ്ട് കല്യാണം നടക്കും വീട് വെക്കുമെന്ന് പറയും. അത് മെസ്സേജാണ്. അപ്പോൾ അതൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ പേപ്പർ ഓക്കെ ആണെങ്കിൽ മെസ്സേജ് ഉടനെ പറയും. അപ്പോൾ ഇന്ന് പറയണത് മറ്റു സംസ്ഥാനങ്ങളുള്ളവർക്കാണ് പറയണത്. കാര്യം 2ാം ചൊവ്വാഴ്ച ഇത് കാരണം. പക്ഷേ അവിടെ പേപ്പർ ഓക്കെ ആയിരിക്കണം. അപ്പോൾ 3 പുതുക്കി സാക്ഷ്യം പറഞ്ഞ പേപ്പർ നിങ്ങളുടെ പൗച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ തിങ്കളാഴ്ചയും എല്ലാ ചൊവ്വാഴ്ചയും മെസ്സേജ് കൗൺസിലിംഗ് ഉണ്ട്. ആദ്യം 5 പുതുക്കി വരെടുക്കും. അതിന് ബ്ലൂ ഉടമ്പടി എന്ന് പറയും, നീല ഉടമ്പടി. അത് അവരെ അടുത്ത 1 വർഷം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അൾത്താര സാക്ഷ്യം പറഞ്ഞവർക്കാണ് ബ്ലൂ ഉടമ്പടി കിട്ടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കുറേ ബ്ലൂ ഉടമ്പടി പോയിട്ടുണ്ട് 5 പുതുക്കിയവർ. പക്ഷേ ഇന്ന് അവർ സാക്ഷ്യം പറയാത്ത കാരണം അതിന് വാല്യൂ ഇല്ല. അവരിങ്ങനെ പ്രാർത്ഥിച്ച് പോയി. പ്രവർത്തനം കുറവായത് കൊണ്ടാണ് സാക്ഷ്യമില്ലാത്തത്. അപ്പോൾ അതുകൊണ്ട് പ്രവർത്തനം കറക്റ്റാണെങ്കിൽ സാക്ഷ്യം ഏത് സമയത്ത് വേണമെങ്കിലും ഉണ്ടാവും. അതുകൊണ്ട് പ്രവർത്തനം കറക്റ്റാകാൻ വേണ്ടി ശ്രദ്ധിക്കണം. അവർക്കെല്ലാം 2ൻ്റെ വിലയേ ഉള്ളൂ. നേരത്തെ പുതുക്കിയ ആൾക്കാരെ ഇപ്പം 3 പുതുക്കിയെന്നൊക്കെ പറഞ്ഞാൽ സാക്ഷ്യമില്ലെങ്കിൽ 2ൻ്റെ വിലയേ ഉള്ളൂ. അപ്പോൾ മെസ്സേജ് കൗൺസിലേക്ക് പോകണമെങ്കിൽ സാക്ഷ്യത്തിൻ്റെ പേപ്പർ ഉണ്ടാകണം. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ സമാപന ആശീർവാദമാണ്. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ.